ഈശോയെ, ഇപ്പം എൻ്റെ കൂടെ ആയിരിക്കുന്ന നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സായാഹ്നത്തിൽ ഒരിത്തിരി സമയം എല്ലാം മറന്ന് ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കട്ടെ ഈശോയെ. എൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങൾ, പ്രാർത്ഥനകളെല്ലാം നിൻ്റെ മുൻപിലൊന്ന് ഇറക്കി വയ്ക്കട്ടെ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഈശോയോട് പങ്കുവയ്ക്കാനുണ്ട് ഈ സമയം. എല്ലാം അറിയുന്ന നിൻ്റെ മുൻപിൽ ഒന്നും ഏറ്റു പറയേണ്ട എന്ന് എനിക്കറിയാം. എങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഒരുപാടുള്ള ഈ ജീവിതത്തെ ഇതാ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. മറ്റാരോടെല്ലാം ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞാലും അതൊന്നും അവർക്ക് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാകണമെന്നില്ല ഈശോ. എന്നെ മടുപ്പില്ലാതെ ഇങ്ങനെ കേട്ടിരിക്കാൻ നിനക്കേ പറ്റൂ. എൻ്റെ ഉള്ളവും ഉള്ളായ്മയും അറിയുന്നവൻ നീ മാത്രമാണല്ലോ. നാളെ എന്തു ചെയ്യണമെന്നറിയാതെ കേഴുന്ന എൻ്റെ മനസ്സിനെ ഈശോ ഈ സമയം നീ ഒന്ന് കാണണേ. ഒത്തിരി കടബാധ്യതകൾ എനിക്കുണ്ട് ഈശോയെ. എങ്ങനെ ഇതൊക്കെ ഒന്ന് വീട്ടിൽ തീർക്കണമെന്ന് എനിക്കറിയില്ല. മുന്നിൽ ഒരു വഴിയും കാണാതെ ഞാൻ അലയുന്നത് നീ കാണുന്നില്ലേ ഈശോ? സഹായിക്കാനായിട്ട് എനിക്ക് ആരുമില്ലാട്ടോ ഈശോ, നീ മാത്രമേ ഉള്ളൂ. എത്ര പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോഴൊക്കെ നീ എന്താ ഈശോ ഇങ്ങനെ മൗനം പാലിക്കുന്നത്? എല്ലാവരും എന്നോട് പറയും, ഈശോ എന്തിനാണിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഒത്തിരി നീ പ്രാർത്ഥിച്ചിട്ടും നിനക്ക് എന്താ ഒരു അനുഗ്രഹവും കിട്ടാത്തത്? വെറുതെയാണ് ഈ പ്രാർത്ഥനയൊന്ന് ഒക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുമ്പോഴും ഈശോയെ ഞാൻ നിരാശപ്പെട്ടു പോകാറില്ല. മനസ്സ് വേദനിച്ചാലും പിന്നെയും ഞാൻ നിൻ്റെ അടുത്തേക്കല്ലേ ഓടി വരുന്നത്. ഈശോയെ, എന്നെ നീ സങ്കടപ്പെടുത്തല്ലേ ഈശോ, എന്നെ നിരാശപ്പെടുത്തല്ലേ ഈശോ. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ഈശോ. ഞങ്ങളുടെ മക്കളെയൊക്കെ ഈശോ ഇതാ നിൻ്റെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം, അവരുടെ ഭാവി ജീവിതം, പഠന മേഖലകൾ ഒക്കെ ഓർത്ത് ഒരുപാട് ആകുലതകളുണ്ട് ഈശോയെ ഞങ്ങൾക്ക്. മക്കളുടെ നാളത്തെ ജീവിതം എന്തായി തീരും എന്നൊക്കെ ഓർത്ത് വിഷമമുണ്ട്. വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ച് മക്കളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നുണ്ട് ഞങ്ങൾ പലരും ഇന്ന്. കുഞ്ഞുങ്ങളുടെ സമാധാനമില്ലാത്ത ജീവിതം ഓർത്ത് വിഷമിക്കുവാണ് ഈശോ. ഞങ്ങൾ മാതാപിതാക്കളുടെ മനസ്സ് നിറയെ എപ്പോഴും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അവരുടെ നല്ല ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഞങ്ങളെ ഈശോ നീ കാണാതെ പോകല്ലേ. മക്കൾക്കായുള്ള നിരന്തരമായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഈശോ നീ കേൾക്കാതെ പോകല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ രാത്രി ഇതാ നിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാ. നീ അവരെ കാത്തുകൊള്ളണേ ഈശോ. പാപത്തിൽ വീഴാതെ അവരെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ. മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ദുശീലങ്ങളുടെ, ചീത്ത കൂട്ടുകെട്ടിൻ്റെ, തെറ്റായ സ്നേഹബന്ധത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ ഈശോ നീ വേഗം വരണമേ. അവരെ ഓർത്ത് അവരുടെ മാനസാന്തരത്തിനായി നിരന്തരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥനകളെ ഈശോ ഈ സമയം നീ ചെവിചായ്ച്ചു കേൾക്കണമേ. പല രാത്രികളിലും ഒന്ന് കണ്ണടച്ച് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഞങ്ങൾക്കുണ്ട് ഈശോയെ. പലതിനെക്കുറിച്ചും ഓർത്ത് മനസ്സിന്നിങ്ങനെ നീറുക. രോഗാവസ്ഥകൾ, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങൾ, വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിച്ച അവസ്ഥകൾ, ചികിത്സിക്കാൻ പണമില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യം നിറഞ്ഞ ജീവിതങ്ങൾ, കുടുംബസമാധാനമില്ലാത്ത ജീവിതങ്ങൾ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഒത്തിരി പഠിച്ചിട്ടും അതൊന്നും ഓർത്തിരിക്കാൻ പറ്റാത്ത മക്കൾ, നല്ലൊരു ജോലി കിട്ടാതെ വലയുന്ന നിൻ്റെ മക്കൾ. ഈശോയെ, നിൻ്റെ ഈ പൊന്നുമക്കളുടെ കണ്ണുനീര് ഒന്ന് കാണണേ ഈശോ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തതോർത്ത് ദുഃഖിക്കുന്ന മക്കളെ ഈശോ നീ ഈ സമയം ഒന്ന് ചേർത്ത് പിടിക്കണേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളൊക്കെ ഒത്തിരിയായിട്ടും
ഒരു കുഞ്ഞില്ലാതെ നീറി ജീവിക്കുന്ന ദമ്പതിമാർ ഒത്തിരി ഉണ്ട് ഈശോയെ. സമയം കരുണയോടെ നീ അവരെ ഒന്ന് നോക്കണേ ഈശോ. നിൻ്റെ ഒരു നോട്ടം മതി, നിൻ്റെ ഒരു സ്പർശനം മതി ഈശോ അവരനുഗ്രഹിക്കപ്പെടാൻ. എന്തുമാത്രം അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏൽക്കേണ്ടി വന്നു നിൻ്റെ മക്കൾക്ക്. ആരും കാണാതെ കരഞ്ഞ എത്രയോ രാത്രികൾ, മരിച്ചാലോ എന്ന് പോലും ഓർത്തുപോയ നിമിഷങ്ങൾ, തളർന്നു പോയ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും ഈശോ ഇതാ നിനക്ക് തരുന്നു. കയറിക്കിടക്കാൻ സ്വന്തമായൊരു ഭവനമില്ലാതെ, ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ നിൻ്റെ മക്കളെ എത്ര വർഷങ്ങളായാലേന്ന് ഈശോ. എന്തുമാത്രം ഇവർ പ്രാർത്ഥിച്ചു ഈശോ. ഇവരുടെ സങ്കടങ്ങളെ നീ ഒന്ന് കേൾക്കണേ ഈശോ. OET, IELTS, RN, B1, B2 തുടങ്ങിയ പരീക്ഷകൾ എഴുതി നാളുകളായി കഷ്ടപ്പെട്ടു പഠിച്ച് പല തവണ ഈശോയെ എക്സാം എഴുതിയിട്ടും അതൊന്നും പാസ്സാകാത്തത് ഓർത്ത് മനസ്സ് നീറി കഴിയുന്നതിൻ്റെ മക്കളെ ഈശോയെ നീ കാണണില്ലേ? നിൻ്റെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈശോയെ പഠിച്ചത്. എന്നിട്ടും അവർക്ക് ആ എക്സാം പാസ്സാകാൻ പറ്റുന്നില്ല. അങ്ങനെ ഓർത്ത് വേദനിക്കുന്ന മക്കളെ ഈശോയെ ഈ സമയം നീ ഒന്ന് നോക്കണേ. അവരുടെ മിഴി നിറയുന്നത് നീ കാണണേ ഈശോ. ഇന്ന് നിൻ്റെ മുമ്പിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്കൊക്കെ ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഈശോയെ. ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ വികാര വിചാരങ്ങൾ എനിക്കറിയില്ല ഈശോ, പക്ഷെ നിനക്കറിയാലോ. നീ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ നീ കേട്ടുകൊണ്ടിരിക്കുവാണല്ലോ ഈശോ. നിരന്തരം നിൻ്റെ മുൻപിൽ ഇവർ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ അലിവ് തോന്നി കൃപ വർഷിക്കണമേ എന്ന് ഈ ആരാധനയുടെ നിമിഷം ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുകയാണ് ഈശോ. ഈ രാത്രി ഹൃദയം പൊട്ടി ഇവർ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നീശോയെ, ഇവരുടെ നിലവിളി നീ കേൾക്കണേ. ഇവരുടെ നിലവിളി കേട്ട് ഇവരുടെ കുടുംബത്തിലേക്ക് ഈശോ ഈ സമയം നീ ഇറങ്ങി വരണമേ. സങ്കീർത്തനം 55:22 വചനം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഈശോ, ഇതാ ഞങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നിനക്ക് തരുക. ഇതൊന്നും ഒറ്റയ്ക്ക് ചുമക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല ഈശോ. നീ കൂടെ വേണം, നിൻ്റെ സ്നേഹം കൂടെ ഉണ്ടാവണം. ലൂക്ക 1:37 അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന്. ഈശോയെ, അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണ്. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുവാട്ടോ ഈശോ. ഞങ്ങളെ കൈവിടരുത് ഈശോ. ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ഈശോ. ഞങ്ങളുടെ സങ്കടങ്ങൾക്ക്, വേദനകൾക്ക്, പ്രാർത്ഥനകൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം തരണം ഈശോ. തന്നേ പറ്റൂ. ഇനിയും ഞങ്ങളെ ഈശോ നീ വിഷമിപ്പിക്കരുത്. നന്ദിയുണ്ടപ്പ, ഇത്രയും സമയം ഞങ്ങളുടെ സങ്കടങ്ങൾ, പരാതികൾ, പരിഭവങ്ങളൊക്കെ ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദിയുണ്ട് ഈശോയെ. ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഐ ലവ് യു ജീസസ്. നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. സ്തുതി ഈശോയെ, ആരാധന ഈശോയെ, മഹത്വം. ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ ആരേറ്റെടുക്കുമീ
ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. യൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ, ദുസ്വപ്നങ്ങളിൽ നിന്നും ഒരുക്കമില്ലാതെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. യൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ, ദുസ്വപ്നങ്ങളിൽ നിന്നും ഒരുക്കമില്ലാതെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. യൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ, ദുസ്വപ്നങ്ങളിൽ നിന്നും ഒരുക്കമില്ലാതെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ.